വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം ആളൂട്ടി. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്ന സ്ഥലം ഒരു പ്രോഗ്രാം കാണാൻ വന്നേക്കോട്ടോ. ലക്ഷ്മി ഒരു ഓപ്പൺ സ്റ്റേഡിയത്തില് നക്ഷത്രമൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ്. 6 മണിക്ക് തുടങ്ങും. ഇപ്പൊ സമയം ബ്ലായി എന്തോ ആയി എനിക്കറിയാം. അപ്പൊ നമ്മുടെ കൂടെ നിമ്യാൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൂസും ഭാഷനൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. അച്ഛൻ ഫ്രണ്ടിൽ പോവാം. അതൊക്കെ ചെയ്ത് ഇപ്പോഴേ ക്യൂ ആയി തുടങ്ങിയില്ലേ? ക്യൂ വന്നിട്ടില്ല, ഇച്ചിരി കഴിയുമ്പോ ക്യൂ ആവും. നിങ്ങൾ നടന്നോ, എനിക്ക് പിടിച്ചോണ്ട് കൊടുക്കാം. ഞങ്ങൾ നേരത്തെ വന്ന കാരണം നമുക്ക് ക്യൂ ഒന്നും നിൽക്കാതെ പെട്ടെന്നെല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയിട്ടോ. ആളുകൾ വന്ന് തുടങ്ങണുള്ളൂ. നമ്മൾ നേരത്തെ എത്തി. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരിക്കും കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റിൻ്റെ ഇഷ്ടംപോലെ ഈ പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ആക്കുന്നുള്ളൂ. നമ്മൾ ആദ്യം വന്നായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല. ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല. ഇതാണ് കേട്ടോ സ്റ്റേഡിയം. ഞങ്ങൾ ചെന്നപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടായില്ല. ഒരു 10 മിനിറ്റ് അവിടെ നിന്നിട്ടാണ് ഓപ്പൺ ആക്കിയ. ഫസ്റ്റ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ സീറ്റ് തന്നെ കിട്ടി കേട്ടോ. ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. ഇവിടെയൊക്കെ കാലിയാണ്. വെയിലാട്ടോ, വെയിൽ മാറി വരുന്നുള്ളൂ. നമ്മൾ പക്ഷെ കറക്റ്റ് ഇരുന്ന സ്ഥലത്ത് വെയിലുണ്ടായില്ല കേട്ടോ. ചൂടൊന്നുമില്ല. കാരണം ആ കാണുന്നത് കടലാണ്. അപ്പോൾ കടലിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. സ്റ്റേജൊക്കെ വമ്പൻ സ്റ്റേജാണ്. ലക്ഷ്മി നക്ഷത്ര, ധ്യാൻ ശ്രീനിവാസ്, വൈക്കം വിജയലക്ഷ്മി, സ്റ്റീഫൻ ഡേവിസ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. അവരുടെ പിക്ചറൊക്കെയാണ് ആ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതേ വെയിലൊക്കെ പോയി തുടങ്ങിയ കേട്ടോ. വെയിൽ പോയി തുടങ്ങിയപ്പോഴത്തേനും ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 7 മണിയാകുമ്പോഴത്തേനും പ്രോഗ്രാം തുടങ്ങും എന്നാട്ടോ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ റെഡിയായി, ഇരുട്ടി വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ ഏകദേശം എത്തിയെന്ന് തോന്നുന്നു. ഇനിയും ആവാനുണ്ട് കേട്ടോ, ഫില്ലാവാനുണ്ട്. വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. നമുക്ക് കുറച്ച് പ്രൊമോഷൻ്റെ പ്രൊഡക്റ്റൊക്കെ കിട്ടി കേട്ടോ. ആദ്യം ഇവിടെ എന്ത് പരിപാടി നടന്നാലും മസ്കറ്റിലുള്ള കുട്ടികളുടെ പ്രോഗ്രാംസ് ആയിരിക്കും കേട്ടോ ആദ്യം നടക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയായിരിക്കും. ആദ്യം തന്നെ മസ്കറ്റിലെ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാംസ് ആയിരിക്കും. ഏകദേശം തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. അവർ അനൗൺസ്മെന്റ് ഒക്കെ നടത്തി തുടങ്ങി. കുട്ടികളുടെ ഡാൻസ് തുടങ്ങി കേട്ടോ. And Global Tech presents We Are Family Muscat Star Night Season. അത് ഞങ്ങളുടെ ഹൈലൈറ്റ് ആണ്. ഇന്ന് ഞങ്ങൾ എന്തൊക്കെയാ ചെയ്യാന്നറിയാം. ഞങ്ങളൊരു ക്യൂ ഷീറ്റ് ഒക്കെ ഇട്ടു. പക്ഷെ പുള്ളിക്കാർ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ മിമിക്രി ചെയ്യാം, ഞാൻ വേണമെങ്കിൽ പാട്ട് പാടാം, പിന്നെ ഞാൻ കസു വായിക്കും, പിന്നെ എന്തൊക്കെയാ ഞാൻ ഇങ്ങനെ നടന്നു വന്നിട്ട് നിങ്ങൾ എന്റെ മൈൻഡ് ചെയ്തില്ലല്ലോ. എനിക്ക് ഈഗോ അടിക്കണ്ടോ? അല്ല, അവര് വിചാരിച്ച പാവക്കുട്ടി അത് വിചാരിച്ചായിരിക്കും. മോട്ടോർ പരിപാടിയിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും പാട്ട് പഠിക്കുന്ന ഈ ഗുരുനാഥനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഗുരുനാഥൻ. പക്ഷെ കിടിലമാണ്. നിങ്ങൾ കേട്ടോ എന്റെ പാട്ട്. ഞാൻ ഇവിടെ വന്നു. അവിടുന്ന് കിട്ടുന്നത് പോലെ അല്ല, നാട്ടിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ. ഞാൻ പറഞ്ഞു ഏറ്റുവാങ്ങാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് 2 സ്റ്റെപ്പ് പരിപാടി മുന്നോട്ട് കയറണമല്ലോ, മുന്നോട്ട് വന്നാലോ. അതെ അതെ, അതാണ്. ഇനി സ്മിനി ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ കാര്യങ്ങൾ അറിയാട്ടോ. ആദ്യം തന്നെ വെൽക്കം ടു മസ്കറ്റ് സ്റ്റാർ നൈറ്റ്. എന്തുണ്ട് വിശേഷം? നല്ല ഭംഗി കാണാനായിട്ട് സാരിയെ കൊടുത്ത്. ഉറങ്ങുമായിരുന്നു, ഉറക്കത്തിൽ നിന്ന് എല്ലാവർക്കും നമസ്കാരം. ഉറക്കമായിരുന്നോ? അല്ലല്ലോ, നായകളുണ്ടെങ്കിലും നിങ്ങളുടെ എത്ര സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതിനൊന്നും വലിയ പ്രസക്തിയില്ല. നിൽക്കാനുള്ള ആഗ്രഹമെങ്കിൽ അവർക്ക് 100